ഇന്ന് എല്ലാവർക്കും അറിയാം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം പാസ്റ്റർമാരോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. ആർക്കെങ്കിലും പറയാമോ എന്താണ് സംസാരിക്കുന്നതെന്ന്? എന്താ ഇവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുക, നമ്മളെക്കാൾ മുമ്പേ ഇവർ അനലൈസ് ചെയ്യുന്നവരാണ്. എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? സോഷ്യൽ മീഡിയ അല്ലേ? എല്ലാ പാസ്റ്റർമാരും വന്നിട്ട് പറയും, എല്ലാ അമ്മമാരും പറയും, എല്ലാ പപ്പമാരും പറയുന്നതാണ് സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ. ഇന്നത്തെ ജനറേഷന്, നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന 12 വയസ്സ് മുതൽ മേളോട്ടുള്ള ജനറേഷൻ, ഒരു 96 to 2025 വരെയുള്ള ജനറേഷനെ നമ്മൾ പറയുന്ന ജനറേഷൻ സി, അതായത് സൂം ജനറേഷൻ എന്ന് പറയും. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ സൂം ജനറേഷനും ഉണ്ട്, ആൽഫ ജനറേഷനുണ്ട്. 2010 മുതൽ 2025 മുതൽ 96 to 2010 വരെ സൂം സിയും 2010 മുതൽ 2025 വരെ ടെക്നോളജിക്കലി ഭയങ്കര ഡെവലപ്ഡായ ആൽഫ ജനറേഷനുമാണ് ഇരിക്കുന്നത്. ടീനേജ് എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ജനറേഷൻ ബേസിൽ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ജെൻസി, നിങ്ങൾക്കറിയാമോ ജെൻസി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് അറിയാമോ? ജനറേഷൻ. ഞങ്ങളൊക്കെ മില്ലേനിയൽസാണ്, ഞാനൊക്കെ മില്ലേനിയൽസാണ് കേട്ടോ. അതിന് മുമ്പുള്ള ജനറേഷൻ ഞങ്ങളുടെയൊക്കെ മക്കളാണ് ഈ ഇരിക്കുന്ന ജനറേഷൻ സിയും ജനറേഷൻ ആൽഫയും. അപ്പം മറന്നു പോകരുത്. അപ്പം ജനറേഷൻ സിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു, എന്താണ് സൂം ജനറേഷൻ. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചു പറയാൻ പോകുന്നതും പറയുന്നതും കേട്ട് മടുത്തതുമായ വിഷയമാണ് സോഷ്യൽ മീഡിയയൊക്കെ. എങ്കിലും ഞാൻ ഇന്ന് ടീനേജ് അനുഭവിക്കുന്ന വ്യത്യസ്തമായ 3-4 സബ്ജക്റ്റ് മാത്രമാണ് ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സബ്ജക്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ പറയാം. സോഷ്യൽ മീഡിയ പറയാതെ നമുക്ക് പറ്റത്തില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഇഷ്ടം പോലെ നമ്മൾ പ്രസംഗം കേൾക്കാറുണ്ട്, ഇഷ്ടം പോലെ ഉപദേശങ്ങളും കേൾക്കാറുണ്ട്, ധാരാളം ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ പറയുന്നെങ്കിലും ഇനി അത് മാറ്റി നിർത്തിയ ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ പറയുന്ന ആരെങ്കിലും, ഇതിലിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും അങ്ങനെ മാറ്റി നിർത്തി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത് എന്താണ് ചെയ്യാൻ കഴിയേണ്ടത്? ഹൗ ടു യൂസ് ബെനിഫിഷ്യൽ വേ, അതായത് എങ്ങനെ നമുക്കിതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിൻ്റെ വേവ്സ്, തിരമാലകളെ ഒന്നും അടക്കാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ അതിനെ സഫ് ചെയ്യുക, എങ്ങനെ അതിനെ മാനേജ് ചെയ്യാമെന്ന് മാത്രമേ നമുക്കിനി പഠിക്കേണ്ടത് ആവശ്യമുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പിയായി. സോഷ്യൽ മീഡിയ മാറ്റാനൊന്നും ആൻറ്റി പറയുന്നില്ല. ഹാപ്പിയായി അല്ലേ? ഇതുവരെ പറഞ്ഞവരെല്ലാം സോഷ്യൽ മീഡിയ എന്ത് ചെയ്യണം? നിർത്ത്, വർജിച്ചോ എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് നമുക്ക് എത്ര ഓർഗൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്? ഓർഗൻസ്, അവയവങ്ങൾ നമ്മൾ ഏകദേശം കണക്കാക്കുന്നത് 78 ഓർഗൻസ് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ട്. എത്രയാണ്? 78. ഇന്ന് നമുക്ക് ഓരോ ഓർഗനും കൂടെ വന്നിട്ടുണ്ട്. ഏതാ ഓർഗൻ? 79 ഉണ്ട്. 79 ഓർഗൻ അല്ലേ? അത് നമ്മുടെ എന്താണ്? ഫോണാണ് അല്ലേ? ഫോണാണ്. എവിടെയുണ്ട്? ഊണിലും, ഉറക്കത്തിലും, ടോയ്ലറ്റിലും, പ്രെയർ ഹാളിലില്ലേ? പ്രെയർ ഹാളിൽ ഫോൺ കൊണ്ടുപോകാത്തവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രെയർ ഹാളിൽ ഫോൺ വരാത്തവർ എത്ര പേരുണ്ട്? അധികം കൈയൊന്നും പൊക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് നോക്കിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നവർ നമ്മുടെ ഒരു ഇത് ആയിപ്പോയി അല്ലേ? അപ്പോൾ 79ാമത്തെ ഓർഗനാണ് നമ്മുടെ ഫോൺ. 79 എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ 79ാമത്തെ ഓർഗനാണ് ഫോൺ. ഈ ഫോൺ നമ്മളെ പറിച്ചു മാറ്റി ഒരു സിസ്റ്റം നടക്കുമെന്ന് ഇനി തോന്നുന്നില്ല. കാരണം എവിടെ പോയാലും എന്ത് ചെയ്താലും ഇതെല്ലാം ഓൺലൈനാണ്. അപ്പം നമ്മൾ പുറകോട്ട് പോകും. ഇനി അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആദ്യം പറയുന്നതാണോ നല്ലത്, അതോ അഡ്വാൻറ്റേജസ് ആദ്യം പറയുന്നതാണോ നല്ലത്? കുട്ടികളെ, അമ്മമാർ പറയും, പപ്പമാർ പറയും ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് പറയണ്ടെന്ന് പറയും അല്ലേ? അപ്പം നമുക്ക് ആദ്യം പറയാം. സോഷ്യൽ മീഡിയയ്ക്കകത്ത് ആദ്യത്തെ ഞാൻ ടച്ച് ചെയ്ത് പോയി, അതിലും പ്രധാനപ്പെട്ട സംഗതികൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ടച്ച് ചെയ്ത് പോവുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെ
ഏറ്റവും റിയാലിറ്റിയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ. എത്ര സെൽഫി എടുത്തിട്ടാ ഒരു സെൽഫി നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നേ? ആർക്കെങ്കിലും ആൻസർ പറയാമോ? യൗവനക്കാരായ എൻ്റെ കുഞ്ഞുങ്ങൾ താണ്ട നല്ല അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ടെന്ന് പറയാമോ? എത്ര സെൽഫി എടുത്തിട്ടാ? എനിക്ക് ഈ സ്റ്റേജിൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ എത്ര സെൽഫി എടുത്തിട്ടാ? കണക്കുകളില്ല. ഏതാണ്ട് ഒരു 10 or 30 സെൽഫിയൊക്കെ എടുക്കും എനിക്ക് തോന്നുന്നു അല്ലേ? ആണ്ട് തലയാട്ടി, കറക്റ്റാണ് കേട്ടോ, തലയാട്ടി. മുതിർന്നവരും ഉണ്ട് കേട്ടോ, ഇതിൽ കൂട്ടത്തിൽ മുതിർന്നവരും ഉണ്ട്, പ്രായമുള്ളവരും. പേരൻസിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല, അവരും അങ്ങനെയൊക്കെ തന്നെയാണ്. 10 or 30 സെൽഫി എടുത്തിട്ടായിരിക്കും ഒരു സെൽഫി പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ എന്തൊക്കെ ചെയ്യും നമ്മൾ? അതിൽ തന്നെ എന്തൊക്കെ ചെയ്യും? ഫിൽറ്റർ ചെയ്യും അല്ലേ? ഫിൽറ്റർ ചെയ്യും. എഡിറ്റിങ്, ഫിൽറ്ററിങ് എല്ലാം കഴിഞ്ഞിട്ട് നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പികളുമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഇൻസ്റ്റയിലൊക്കെ അല്ലേ? ആണ്. അപ്പം നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് ഇനി അടുത്തത് അല്ലാതൊരു പോസ്റ്റ് ചെയ്യണമെങ്കിലോ കുറേ ഫോട്ടോസ് എടുക്കും, പോയ കാര്യങ്ങൾ വന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും സൂപ്പർ നോക്കും. അയ്യോ 10 ഫോട്ടോ എടുത്തിട്ട് ഒന്നുപോലെ നല്ലത് കിട്ടിയില്ലെങ്കിൽ, യഥാർത്ഥ മുഖങ്ങളായിരിക്കും ഈ നല്ലതല്ലാത്തതിനകത്തൊക്കെ ഉള്ളത്. മറ്റേതൊക്കെ നമ്മൾ എടുത്തിട്ട് പിന്നെ അതിനെ ഒന്നും കൂടെ മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട് അവിടെ ഇരുന്ന ഒരാൾ കേട്ടോ. ഞാൻ വിളിക്കും മുമ്പോട്ടെ, എനിക്ക് എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യുന്നു മോനെ, നല്ലതാണ്, കമൻസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. കമൻസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പം അത്രത്തോളം ചെയ്തിട്ട് അപ്പം റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമൊക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ മീശക്കാരനെ, ഹണി ട്രാപ്പും ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാമോ? എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഈ വിഷയം വന്നപ്പോൾ ഞാനത് സെർച്ച് ചെയ്തൊന്ന് നോക്കിയായിരുന്നു. കാരണം ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന കൂടുതലും നമ്മൾ വെളിയിലാണ്, കോളേജിലോ സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരുന്നില്ലേ പറ്റത്തില്ല. അങ്ങനെ ഞാൻ നോക്കി. മീശക്കാരനെ അറിയാമോ എല്ലാവർക്കും? അറിയത്തില്ല? ഫിൽറ്റർ ചെയ്ത ഫോട്ടോ എടുത്ത് ജയിലിൽ പിടിച്ച ഒരാളെ അറിയത്തില്ലേ? ഫിൽറ്റർ ചെയ്ത മീശക്കാരൻ. പിന്നെ ഹണി ട്രാപ്പ്, അവരൊക്കെ എങ്ങനെയാണ് ചെയ്തേ? അവരുടെ മുഖത്തിൽ നിന്ന് വ്യത്യസ്തമായി വെളുപ്പിച്ച് ഫിൽറ്റർ ചെയ്ത് ഫോട്ടോ ഇട്ട് മറ്റുള്ളവരെ ആകർഷിച്ച് വലയിലാക്കി. അതൊന്നും നിങ്ങളൊന്നും കേട്ടോ? നിങ്ങളൊന്നും ഇവിടെ ജീവിക്കുന്നവരല്ലേ? ആരും കേട്ടിട്ടില്ല? കേട്ടവരെത്ര ഉണ്ടെന്ന് കൈപൊക്കാമോ? ഉണ്ട്. നമ്മൾ എവിടെയാ സമയം? ഇതിനൊക്കെയാണോ സമയം? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികൾ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. എൻ്റെ മുന്നിൽ വരുന്ന കേസിൻ്റെ ബേസിലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒന്നാമത്തെ പ്രയാസം എന്ന് പറയുന്നത് ഇത് റിയാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരിക്കലും റിയാലിറ്റി അല്ല. നമുക്ക് തന്നെ അറിയാം അല്ലേ? നമുക്ക് ഈ പോസ്റ്റ് ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാം ഇത്രയൊന്നും സുന്ദരനും ഒന്നുമല്ല ഞാൻ, അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ലേ? അറിയാം. അപ്പോൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൈലൈറ്റ് വ്യൂസാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഹൈലൈറ്റ് ചെയ്യുക. എന്തിൽ നിന്ന്? യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ പോസ്റ്റുകൾ, യാഥാർത്ഥ്യത്തിൽ നിന്ന് വിപരീതമായ അനുഭവങ്ങൾ. വീട്ടിൽ തമ്മിൽ അടിച്ച് ഭയങ്കര ഇടിയിട്ടിട്ട് ഭാര്യയും ഭർത്താവും കൂടെ വിവാഹ വാർഷികത്തിൻ്റെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ കുഞ്ഞുങ്ങളിരുന്ന് ചിരിക്കും. ഇവർക്കറിയാം അല്ലേ? മധുര സമ്പൂർണമായ ദാമ്പത്യ ജീവിതത്തിന് 16 വർഷം അല്ലെങ്കിൽ 17 വർഷം എന്നൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിരുന്ന് എന്ത് ചെയ്യും? ചിരിക്കും. കാര്യം എന്താ? അവർക്കറിയാം അകത്തെ ഇടിയും ബഹളവും ഒക്കെ 16 വർഷത്തിൽ ഞങ്ങൾ സഹിച്ചതും ഞങ്ങൾ കണ്ടതുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഓക്കെ, ദെൻ സോഷ്യൽ മീഡിയയുടെ ഒരു അടുത്തത് ഇൻസെക്യൂരിറ്റിയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക് ഒരു കുട്ടി വന്നു. ഒരു മോനാണ്, 23 വയസ്സുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പെയാണ് കടന്നു വന്നത്. അവൻ്റെ പെങ്ങൾ MBBS ഡോക്ടറാണ്. അപ്പം വന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു, കണ്ണ് ഉറക്കമൊന്നുമില്ല, ഒരു ടീഷർട്ടൊക്കെ ഇരിക്കുന്ന ഒരു പിച്ചക്കാരെ പോലെ, ഇവിടെയൊക്കെ കറയൊക്കെ പറ്റിയ ഒരു ടീഷർട്ടോ. ഞാൻ അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സംസാരിച്ച് വന്നപ്പോൾ ഉറക്കമൊന്നുമില്ല, മുഖമൊക്കെ വാടി അങ്ങനെ വല്ലാതിരിക്കും. അപ്പോൾ എന്നോട് പറയാണ്, മാം എനിക്ക് ഒരു ഉറക്കമൊന്നുമില്ല, സ്വസ്ഥതയില്ല, മനസ്സ് ഫുൾ ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ അവൻ്റെ പെങ്ങൾ സംസാരിച്ചു. മാം ഇവൻ പറയുന്നില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അവൻ കാനഡയിൽ പഠിക്കാനെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. 2 വർഷത്തെ കോഴ്സിന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവൻ്റെ പേടി
അവൻ പഠിക്കുന്നത് കഴിഞ്ഞ് അവനൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വലിയ ബിസിനസ് പ്ലാനിങ് ആണ്. പക്ഷെ ആ ബിസിനസ് എന്നോട് പറഞ്ഞ വാക്കാ, വീണു പോയാൽ ഞാൻ എണീക്കുമോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇപ്പം എന്തിനാ പോന്നേ? അത് പഠിക്കാൻ. 2 വർഷം കിടപ്പില്ലേ? അപ്പം ഇപ്പോഴേ അവൻ ചിന്തിക്കുന്നു വീണു പോയാൽ, 23കാരനാണേ, ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, നിങ്ങൾ ഓർത്തോണം കേട്ടോ. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ല, ചുമ്മാതാ. അപ്പോൾ എന്താണ് പറയുന്നത്, ഞാൻ വീണു പോയാൽ അവിടെ നിന്ന് എഴുന്നേക്കും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഉദാഹരണം എന്നോട് പറയാം. അറ്റ്ലസ് രാമചന്ദ്രനൊക്കെ ബിസിനസ് ചെയ്തിട്ട് വീണു പോയി, പിന്നെ അവർ പ്രിസണിലായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. ആട്ടെ, ഞാൻ കേട്ടിരുന്നു. ഇവൻ്റെ ഉത്കണ്ഠ എന്താണെന്ന് അറിയാമല്ലോ, ഇവൻ്റെ ആങ്സൈറ്റി, ഫ്യൂച്ചർ ഓർത്തുള്ള ഈ ആങ്സൈറ്റിക്ക് ബേസിക് റീസൺ കണ്ടുപിടിക്കണമല്ലോ എനിക്ക്. ഞാൻ സംസാരിച്ചു വന്നു. തുടർന്ന് സംസാരിച്ചിട്ട് ചോദിച്ചു, മോനെ, ഞാൻ ഫോൺ എടുക്കുന്ന കുട്ടികളെ ഒന്നും അങ്ങനെ കുറ്റപ്പെടുത്താറൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയുവാണേ. അപ്പോൾ ചോദിച്ചു, മോനെ നീ ഫോൺ എത്രത്തോളം നീ യൂസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി ഞാൻ ഏതാണ്ട് 3 മണി വരെ, രാത്രി 3 മണി വരെ ഫോൺ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് കാണും കുഞ്ഞേ നീ? അത് ഞാൻ വെബ് സീരീസ് കാണും. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും വെബ് സീരീസ് അറിയാം? മാതാപിതാക്കളെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാനൊരു മാതാവാണ്. വെബ് സീരീസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിമിങ്ങും വെബ് സീരീസും. വെബ് സീരീസ് അറിയാമോ? നമ്മൾ പെന്തക്കോസ്ത് പിള്ളേർക്കൊന്നും വെബ് സീരീസ് ഒന്നും അറിയത്തില്ല, സിനിമ അറിയത്തില്ല, വെബ് സീരീസ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, കേട്ടിട്ട് പോലും ഇല്ല. ആൻറ്റി ഒന്ന് പറഞ്ഞതാ എന്താ വെബ് സീരീസ് അല്ലേ? വെബ് സീരീസ് കാണുന്ന പലരും ഇതിനകത്തുണ്ട്. കാണാത്ത കുട്ടികൾ ഇന്ന് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം അമ്മമാരൊക്കെ അറിഞ്ഞിരിക്കണം. വെറുതെ പാസ്റ്റർമാരായാലും അമ്മമാരായാലും അവരുടെ പപ്പമാരായാലും അറിഞ്ഞിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എപ്പിസോഡ് തീരത്തില്ല, അതിങ്ങനെ അങ്ങ് പോകും. അത് ഇത്ര മണിക്കൂർ കൊണ്ട് അങ്ങാണ്ട് കണ്ടു തീർക്കണോ ഇല്ലേ? ആണോ? അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വെബ് സീരീസ് കാണുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് അപ്പോൾ ആട്ടെ നീ 8 മണിക്കൂർ, നീ ഭയങ്കര റെസ്പോൺസിബിലിറ്റി പറഞ്ഞില്ലേ, ഫ്യൂച്ചർ ഓർത്ത് ടെൻഷൻ പെടുമല്ലേ, അച്ഛനും അമ്മയെ നോക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഒരു ഹിന്ദു കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇത്രയും ഉത്തരവാദിത്വം പറഞ്ഞെങ്കിൽ നീ ഈ തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ഞാൻ ചിന്തിക്കട്ടെ, ഈ 8 മണിക്കൂർ നീ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പം നിനക്ക് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ 8 മണിക്കൂറിൽ നീ എന്ത് കാണുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞു, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതല്ല, ഹൗ ടു യൂസ് ബെനിഫിഷ്യലി. നീ നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, നിൻ്റെ ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടി നീ എത്ര സമയം 8 മണിക്കൂറിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നു? അവൻ പറഞ്ഞു, ഒട്ടും സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നിൻ്റെ കാര്യം മനസ്സിലായി, എന്താ നിൻ്റെ പ്രശ്നം? ഈ ഉത്കണ്ഠയുടെ ബേസിക് റീസൺ എന്താണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത്? ആങ്സൈറ്റി, ഡിപ്രഷൻ. അപ്പം ഞാൻ ഈ കുട്ടിയുടെ കാര്യം റൂട്ട് മനസ്സിലായി, കണ്ടോ? റൂട്ട് പോയത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം, ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 തവണയെങ്കിലും പോയി കയറി നോക്കും. എന്താ നോക്കുന്നേ? ഒരു ഫോട്ടോ ഇട്ടിട്ട് ലൈക്ക് കമൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് ലൈക്ക് ചെയ്തില്ല, അവൻ്റെ ഫോട്ടോയ്ക്ക് ഞാനും കമൻറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ കമൻറ്റൊക്കെ കണ്ട്, ബ്യൂട്ടിഫുൾ, സുന്ദരി ആയിരിക്കുന്നല്ലോ, സുന്ദരനാണല്ലോ, ക്യൂട്ടാണല്ലോ, ഈ കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സൂപ്പറാണ്. ആരെങ്കിലും മോശമായിട്ട് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? കൂട്ടുകാർ ചിലപ്പം ചുമ്മാ തമാശയ്ക്ക് ചെയ്യുമായിരിക്കും, അല്ലാതെ റിയലി ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്താണ്? റിയാലിറ്റി ബേസ്ഡ് അല്ല, ഓർക്കുക. അപ്പോൾ ഈ ലൈക്കും ഷെയറും കമൻറ്റും നോക്കി കുട്ടികൾ എന്ത് ചെയ്യാണ്? സ്വയം ആങ്സൈറ്റി പ്രാക്ടീസ് ചെയ്യണം. അവരുടെ മാനസിക പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയാണ്. അവിടെ ഒന്നുമല്ല ഈ മാനസിക പ്രശ്നങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. എവിടെയായിരിക്കും വരുന്നത്? മറ്റ് ചില വിഷയങ്ങളിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കും. ഭാവിയിൽ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കൊള്ളാം, നല്ലതാണ്, പക്ഷേ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിക്കണം. അടുത്തത്, സോഷ്യൽ മീഡിയ പറയുന്ന അടുത്ത ഒരു കാര്യം പറയുന്നത്, ഇതൊരു കറൻസിയാണ്, സോഷ്യൽ കറൻസി. എന്തിനാണ് നമ്മൾ കറൻസി യൂസ് ചെയ്യുന്നത്? പൈസ യൂസ് ചെയ്യുന്നത് എന്തിനാ? സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക. പക്ഷേ സോഷ്യൽ മീഡിയയിലെ
കറൻസി കച്ചവടം നടക്കുമ്പോൾ ഇറ്റ്സ് എൻ എക്കണോമി. അതായത് ഈ സാമ്പത്തിക ഈ പ്രവർത്തനം നടക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ വിൽപ്പന ചരക്കാരാണ്. വിൽപ്പന ചരക്ക്, സോഷ്യൽ മീഡിയയിലെ വിൽപ്പന ചരക്ക് നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ? നമ്മൾ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്ന, ഫോണിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ കാത്തിരിക്കുകയാണ് അതിനെ ലൈക്ക് ഷെയർ. എത്രത്തോളം നമ്മൾ വിറ്റഴിക്കപ്പെടുന്നു, എത്രത്തോളം ചിലപ്പോൾ അത് ദഹിക്കാൻ ഇച്ചിരി പ്രയാസം വരും. എങ്കിലും ഞാൻ പറഞ്ഞത് 3-4 പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ യൂസ് ഇൻസെക്യൂരിറ്റി ഉണ്ട്. പിന്നെ അടുത്ത ഫോമോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജനറേഷൻ സിക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഫോമോ. അതായത് മറ്റുള്ളവരുടെ ഫോട്ടോ കാണുമ്പോൾ മറ്റുള്ളവർ അവിടെ എവിടെയും പോയിട്ട് ഹൈലൈറ്റ് വ്യൂസ്, അവരുടെ ഏറ്റവും നല്ലത് മാത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. എന്ത് വികാരം? അയ്യോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, എനിക്കും പോകണം അല്ലേ? ഫോമോ. ഞാൻ ഇവരിൽ നിന്ന്, അയ്യോ ഇവരുടെ കൂട്ടത്തിലൊന്നും ഞാനില്ലല്ലോ. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ ഇതിലൊന്നും ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിന് വേണ്ട സാമ്പത്തികമില്ലല്ലോ. ഇങ്ങനെ ഒരു ഫിയർ വരാറുണ്ട്. ഇതൊക്കെ ശരിയാണോ കുട്ടികളെ? എനിക്ക് അവൻ നല്ലതായിട്ട് മുഖം, അവരെ മാത്രം കാണുന്നത്, എനിക്ക് അങ്ങേയറ്റം മുഖം കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഈ 4 കാര്യങ്ങൾ ഞാൻ ബേസിൽ പറഞ്ഞാണ്. ഇതിനകത്തുനിന്ന് എല്ലാം ഇത്രയും കാര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. അടുത്ത് സൂയിസൈഡൽ തോട്ട്സ്. സൂയിസൈഡൽ തോട്ട്സ് എങ്ങനെ വരാം കുട്ടികളെ? സൂയിസൈഡൽ തോട്ട്സ് ചില കുട്ടി, എൻ്റെ അടുക്കെ ഒരു കുട്ടി വന്നു, ഒരു മോള് വന്നു. കേസാണത്. വന്നപ്പോൾ അവൾ പോക്സോ കേസിൽ പിടിക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. ആ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ അവളുടെ ഫോട്ടോ എടുത്ത് വേറൊരു ആൺകുട്ടിയുടെ ഫോട്ടോയുമായിട്ട് ചേർത്ത് എഡിറ്റ് ചെയ്ത്, കൂട്ടുകാർ ചെയ്യുന്ന +1 സ്റ്റുഡൻസ് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് സ്റ്റോറി ഇട്ടത്. ഇൻസ്റ്റായി സ്റ്റോറി ഇടാറില്ലേ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇടും. അപ്പോൾ ഇൻസ്റ്റായി സ്റ്റോറി ഇട്ടപ്പോൾ ഇത് യാഥാർത്ഥ്യമല്ല, ഇത് ശരിക്കുള്ള കാര്യമല്ല, ആ പെൺകുട്ടിക്ക് ദോഷം ചെയ്യാൻ വേണ്ടി ചെയ്താണ്. ഇത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത് അതുപോലെ വിശ്വസിച്ച് ഈ കുട്ടിയെ വീട്ടിൽ വല്ലാതെ മാനസിക പ്രയാസമായി. ഈ കുട്ടി വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങി വേറൊരു സ്ഥലത്ത് പോയി. അവിടെ നിന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് ആ കേസ് വരുന്നത്. ഇപ്പോൾ പോയ പോക്ക് നോക്കിയേ, ഈ കുട്ടി ആത്മഹത്യക്ക് വേണ്ടി പോയതാ, സൂയിസൈഡിന് വേണ്ടി പോയതാ. അപ്പം നമ്മൾ ചിന്തിക്കുക, സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷേ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രം. അടുത്തത് കുട്ടികളുടെ പോസ്റ്റ്, ഫോട്ടോസ്, സൈബർ ബുള്ളിങ് എന്ന് പറയും. സൈബർ ബുള്ളിങ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. എന്താണ്? പരിഹാസങ്ങൾ, സൈബർ ബുള്ളിങ്. ട്രോളുകൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മറ്റൊരു തലമാണ് ട്രോള്. നമ്മൾ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രസൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ട്രോളിടും അല്ലേ? എല്ലാവരും ചിരിക്കുന്നു, ആർക്കും അറിയാൻ വയ്യാത്തവരൊന്നും അല്ല. അമ്മമാരും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം, എന്താണ് ട്രോള്. കൊച്ചുങ്ങളോട് ചോദിച്ചെങ്കിലും മനസ്സിലാക്കണം കേട്ടോ. ഇവർ പറയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ചില അമ്മമാർ പറയുന്നത് എന്തോന്നറിയോ? എൻ്റെ മോൾക്ക്, കൊച്ചു കുട്ടികളെ നോക്കിയിട്ട് പറയും, അവൾക്കെല്ലാം ഫോണിനകത്ത് അറിയാം. ഭയങ്കര അഭിമാനത്തോടെ പറയും, അവൾക്കെല്ലാം ഫോണിനകത്തെ എല്ലാ കാര്യങ്ങളും അറിയാം, ഫോണിലാണ് അവൾക്ക് പഠിക്കുന്നത് ഫുള്ള്. ഇതൊക്കെയാണ് കാണുന്നത്. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം പഠിച്ചതാണോ അതോ എന്തെങ്കിലും കണ്ടതാണോ എന്ന്. ഇടയ്ക്ക് ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം കേട്ടോ. ഞാനും ഈ ദിവസവും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ കാണുന്ന കാര്യമാണ്. അപ്പം സോഷ്യൽ മീഡിയ ഞാൻ ഇത്രയും കൊണ്ടങ്ങ് നിർത്തുകയാണ്. സൈബർ ബുള്ളിങ് ഉണ്ട്, മനസ്സിലാക്കുക. സൈബർ ബുള്ളിങ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അധികം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ പോസ്റ്റിലിടുന്ന ഒരു പിക്ക്, ആണായാലും പെണ്ണായാലും, നമ്മൾ AI യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മുടെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിക്സ് എടുത്തിട്ട് തല വെട്ടി മാറ്റിയാൽ ഏത് രൂപമായിട്ട് ചേർത്തൊട്ടിക്കുക, അല്ലെങ്കിൽ അത് വെച്ച് തന്നെ അവർക്ക് മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. അശ്ലീല സൈറ്റുകൾ വില്ലേജസിലൊക്കെ എന്താണ്, എല്ലാ മേഖലകളിലും ഉണ്ട് അശ്ലീല സൈറ്റുകളിൽ. നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ ഫോട്ടോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പാസ് ചെയ്ത് രാജ്യങ്ങളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി ഇത് പ്രിവെൻറ്റ് ചെയ്യണ്ടേ? സോഷ്യൽ മീഡിയയുടെ സെക്യൂരിറ്റി പ്രിവെൻറ്റ് ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പോഴൊക്കെ നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു കാര്യമാണ്, FB ഒക്കെ ഹാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മോശം ചിത്രങ്ങൾ വെച്ച് വേറെ പ്രൊഫൈൽ പിക്ക് കയറ്റി. ഇതൊക്കെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കണ്ടു കേട്ടോ. ഇപ്പോൾ പ്രൊഫൈൽ പിക്ക് വെച്ച് നമ്മുടെ ഫോട്ടോസ് എല്ലാം അവർ മാറ്റിയിട്ട് അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെ മോശം രീതിയിൽ ചിത്രീകരിച്ച് പൈസ വാങ്ങിക്കുന്ന ഒരു ഇടപാടുണ്ട്. പഴയതൊക്കെ പോയി, പഴയ രീതിയൊക്കെ പോയി. പുതിയ പുതിയ മാർഗങ്ങൾ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിലിക്കൺ വാലി ടെക്സ് ആലോചിക്കുന്നത് നിങ്ങളെ എത്രത്തോളം മീഡിയാസിൽ അഡിക്റ്റ് ആക്കാമെന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലതാണോ ചീത്തയാണോ? നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. മോശം കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ 79ാമത്തെ ഓർഗനായ ഫോണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലേ. സോഷ്യൽ മീഡിയ പല ആപ്പുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ റേറ്റ് കഴിഞ്ഞ വർഷങ്ങളിലുപരിയായി റിസർച്ച് പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ റേറ്റ് കാണപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് കൊറോണ ടൈമാണ്. ആ ലോൺലി ആയിട്ടിരുന്ന സമയങ്ങളിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോണിലേക്ക് അകപ്പെട്ടു. ഒരുപാട് കേസ് പറയാൻ എനിക്ക് ഏറെ കേസുകളുണ്ട്. ഫോണിനകത്ത് അകപ്പെട്ടു പോയി ലോൺലിനെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയും. ഒരു കുട്ടി എൻ്റെ അടുക്ക വന്നു, അവന് മാസ്ക് മാറ്റാൻ വയ്യ. മാസ്ക് മാറ്റാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ആ ഭാഗം അവന് കാണിക്കാൻ വയ്യാരെ. +2 സ്റ്റുഡൻ്റ് ആണേ, അവന് ആ ഭാഗം കാണിക്കാൻ വയ്യ. വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മയോടെയോ അപ്പൻ്റെയോ മകനല്ല, പക്ഷെ അവന് അത്രത്തോളം ഡിപ്രസ്ഡ് ആയിപ്പോയി, ലോൺലിനെസ് അനുഭവിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഞാൻ സംസാരിക്കാൻ വരുന്നത് മറ്റൊരു മേഖലയാണ് അഡിക്ഷൻ. ടീനേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീനേജ് ജെൻസി ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അഡിക്ഷൻ. എന്താ അഡിക്ഷൻ എന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല. നമ്മൾ കൂടുതലായിട്ട് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാം അഡിക്ഷനാണ്. ഒന്ന് ബിഹേവിയർ അഡിക്ഷനുണ്ട്, 2 കെമിക്കൽ അഡിക്ഷനുണ്ട്. കെമിക്കൽ അഡിക്ഷനുണ്ട്, ബിഹേവിയർ അഡിക്ഷനുണ്ട്. ബിഹേവിയർ അഡിക്ഷനകത്ത് വരുന്നതാണ് ഏത്, ഈ മീഡിയാസിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം. മീഡിയാസ് ഇല്ലാതെ ജീവിക്കാൻ വയ്യ, മീഡിയാസ് തൊടാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള ഒരു മട്ട് വരുന്നത്. ഒരു മുതിർന്ന 38 വയസ്സുകാരൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എൻ്റെ സെൻറ്ററിൽ വന്നു. 38 വയസ്സുകാരനാണ്. അവൻ പറയുന്നത് അവൻ ഇതിലൊന്ന് ടച്ച് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല, പെട്ടെന്ന് ടച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു, മോനെ നീ അത് അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തിട്ട് നീ അത് കുറച്ചൊന്ന് മാറി നിന്ന് നോക്ക്, ഒന്ന് ഡിറ്റോക്സ് ചെയ്ത് നോക്ക്, മാറി നിൽക്കാൻ പറ്റുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യ്. പറ്റിയില്ലെങ്കിൽ നിനക്ക് എന്താണ്, അഡിക്ഷനാണ്. പറ്റിയില്ലെങ്കിൽ അഡിക്ഷനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി ഞാൻ ഈ ഫോൺ വെച്ച് സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഈ ഫോണിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അറിഞ്ഞിരിക്കണം, അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സത്യത്തിൽ ഞെട്ടിപ്പോവും. എനിക്ക് പൊതുവേദിയിൽ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഒരു അഡിക്ഷനാണേ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഗുജറാത്തിൽ നിന്നൊരു മാതാവ് എന്നെ വിളിച്ചു. ഗുജറാത്തിൽ നിന്നൊരു മാതാവ് ഓൺലൈൻ കൗൺസിലിങ്ങിൽ വിളിച്ചു. അവർ ഭയങ്കരമായിട്ട് കരയുക. ഒരു 36 ഇയേഴ്സൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. 36 അത്രത്തോളം ഉണ്ട്. ഭയങ്കരമായിട്ട് കരയുക, പൊട്ടി കരയുക. എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് പറയാൻ വയ്യ മാം എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് എന്നോട് പറയാണ്, മോളുടെ മുറിയിൽ ലൈറ്റ് ഉണ്ട്, പഠിക്കുന്ന മിടുക്കിയാണ്, ലൈറ്റ് കണ്ട് പോയി നോക്കിയപ്പോഴെന്ത് ചെയ്യാണ്, ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് ലൈറ്റിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കൂടെ മോശമായ വെറും വൾഗറായ ന്യൂഡ് പിക്ക്. ഈ ഫോൺ പിന്നെ അമ്മ പിടിച്ചെടുക്കുമ്പോൾ അവർ കാണുന്നത് പെൺകുട്ടിയുടെ 11ാം ക്ലാസ്സുകാരിയുടെ ന്യൂഡ് പിക്ക്, നഗ്ന ചിത്രങ്ങൾ ആ ഫോണിലേക്ക് അവൾ സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞത് അമ്മ പറഞ്ഞു എന്തോന്നറിയോ, മാം 2 മാസം മാത്രം പരിചയമുള്ള ഒരു ബോയ്ക്കാണ് ഇത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെറും 2 മാസത്തെ പരിചയം, അറിവില്ലായ്മയല്ല. അപ്പോൾ ആ കുട്ടിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി അമ്മയോട് പറഞ്ഞ എന്താണെന്നറിയോ, അമ്മയ്ക്ക് എന്താ ഇതൊന്നും അമ്മയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ എന്ത് നിസ്സാരമല്ലയോ. ആ കുട്ടിയോട് ഞാൻ സംസാരിക്കാനിടയിൽ, നല്ല കുട്ടിയാണ് കേട്ടോ, പക്ഷേ അവൾ പെട്ടുപോയി. അപ്പം അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ, ഇതൊന്നും ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. അമ്മമാരൊക്കെ മനസ്സിലാക്കിക്കോണം കേട്ടോ. കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് കരുതി ആരും സ്പൈ ആകരുത്, ചാരന്മാരൊന്നും ആകരുത്. ഫോണിൽ കൂടിയുള്ള എല്ലാ മേഖലകളും വേണം. ഈ മോനും പറഞ്ഞ അതുപോലെയാണ്, ഫോണിൽ കൂടി ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഇരയാക്കപ്പെടുന്നവരുമുണ്ട്, ഉപയോഗിക്കുന്നവരുമുണ്ട് അല്ലേ.